ഇത് കണ്ടപ്പോഴാണ് ഇന്ന് രാവിലെ ഒരു ആഡ് കണ്ടു കേട്ടോ. നല്ല ഫീൽ ഗുഡ് സാധനം, ഒരു ഫീൽ ഗുഡ് സിനിമ ഉണ്ടോ അല്ലേ? ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്നു. എടാ അതാണ് ഇമോഷണൽ മാർക്കറ്റിംഗ്. പീപ്പിൾ ഡോണ്ട് ജസ്റ്റ് ബൈ പ്രൊഡക്ട്സ്, ദേ ബൈ ഫീലിങ്സ്. ഫീലിങ്സോ? അതെങ്ങനെ? നൊസ്റ്റാൾജിയ, ഹോപ്പ്, ഹാപ്പിനെസ്, ഇതൊക്കെയാണ് ഫീലിങ്സ്. ഈ കൊക്കക്കോളൻ്റെ ആഡ് ഉണ്ടോ, അതിൽ ഓരോ പേരും സോഡയല്ല വിൽക്കുന്നത്, ഓരോ അതിൽ വിൽക്കുന്ന ഒരു ഹാപ്പിനെസ് ആണ്. അതേമാതിരി നൈക്കിൻ്റെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വെറും ഷൂസ് അല്ല അതിൽ വിൽക്കുന്നത്, ഓരോ അതിൽ മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതൊക്കെ വർക്കാവോ? എന്തുകൊണ്ട് വർക്കാവില്ല? സാധാരണ ആഡിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും ഇമോഷണൽ ആഡ്സാണ്. നമ്മൾ തന്നെ ശ്രദ്ധിച്ചു നോക്ക്, സാധാരണ ആഡിനെക്കാട്ടി കൂടുതൽ കാണുന്ന ഏതാ? ഇമോഷണൽ ആഡ്സ് ആയിരിക്കും. ഓ, അപ്പോൾ ഈ ഫോണിലൊക്കെ പരസ്യത്തിൽ കാണുന്ന പോലെ ബൈ ദിസ് ഫോണിന് പകരം കണക്ട് വിത്ത് യുവർ ലവ്ഡ് വൺസ്. എക്സാക്ട്ലി. ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക, ഓഡിയൻസിനെ ഫീൽ ചെയ്യിപ്പിക്കുക, അവിടെയാണ് മാർക്കറ്റിംഗ് ഒരു മാജിക്കായി മാറുന്നത്. അതാണ് ഇമോഷണൽ മാർക്കറ്റിംഗ്.